പ്രണയത്തിന് വേണ്ടി യുദ്ധം പോലും ന്യായമാണെന്നതാണ് തത്വം. എന്നാൽ പ്രണയത്തിൽ സകല അതിരുകളും കടന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയ കാമുകിയുടെ മൃതദേഹവുമായി ജീവിച്ചത് 7 വർഷമാണ്. ജർമ്മൻ വംശജനും അമേരിക്കയിൽ താമസമാക്കുകയും ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വയലന്റായ കാമുകൻ കാൾ ടാൻസലറുടെ മുഴുവൻ പേര് കൗണ്ട് കാൾ വോൺ കോസൽ എന്നാണ്. ജർമ്മൻ വംശജനായ അദ്ദേഹം 1926 അമേരിക്കയിലേക്ക് കുടിയേറി ഫ്ലോറിഡയിൽ സ്ഥിര താമസമാക്കി. ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം താൻ സ്ഥിരമായി ഒരു വിചിത്ര സ്വപ്നം കാണാറുണ്ടായിരുന്നെന്ന് പറഞ്ഞു. കുട്ടിക്കാലത്ത് മരിച്ചുപോയ തന്റെ പൂർവികരിൽ ഒരാൾ സ്വപ്നത്തിൽ സ്ഥിരമായി എത്തി ഒരു പെൺകുട്ടിയുടെ മുഖം കാണിച്ചു തരാറുണ്ടായിരുന്നു. ഒരിക്കൽ ക്യൂബൻ അമേരിക്കൻ വംശജയായ മരിയ എലീന മിലാഗ്രോ ഡി ഹോസിയലിനെ കണ്ടുമുട്ടിയതോടെ അത് താൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന വിദേശ പെൺകുട്ടിയാണെന്ന് കാൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. 1930കളിലായിരുന്നു ഈ കണ്ടുമുട്ടൽ. കാൾ അവളെ പിന്തുടർന്നു. ഒരു ഘട്ടത്തിൽ എലീന തനിക്ക് ക്ഷയരോഗമുണ്ടെന്ന് പറഞ്ഞിട്ടും കാൾ വിട്ടില്ല. അക്കാലത്ത് അത് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു മഹാരോഗമായിരുന്നു. എന്നിരുന്നാലും ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന കാൾ അവളെ സുഖപ്പെടുത്താമെന്ന് കരുതി. അവൻ എലീനയുടെ എക്സ്റേ എടുക്കുകയും അവൾക്ക് വൈദ്യസഹായം ചെയ്യുകയും അവൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റും വാങ്ങി തന്റെ സ്നേഹം അറിയിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. സ്നേഹമോ വൈദ്യസഹായമോ എലീനയെ രക്ഷിച്ചില്ല. അവൾ അങ്ങനെ 22ാം വയസ്സിൽ മരിച്ചു. അപ്പോഴേക്കും കാളിന് 50 വയസ്സായി. സംസ്കാര ചടങ്ങുകൾക്കായി എലീനയുടെ കുടുംബത്തിൽ നിന്ന് അനുവാദം വാങ്ങുകയും കാൾ അവൾക്കായി കീ വെസ്റ്റ് സെമിത്തേരിയിൽ ഒരു വലിയ ശവകുടീരം നിർമ്മിച്ചു. ശരീരം ദ്രവിക്കാതിരിക്കാൻ ഫോർമാലിറ്റി ഹെഡ് നിറച്ച ഇൻക്യൂബേറ്റർ ടാങ്കുള്ള എയർ ടൈറ്റ് കാസ്കറ്റും അദ്ദേഹം നിർമ്മിച്ചു. കാൾ എല്ലാ രാത്രിയും ശവകുടീരം സന്ദർശിച്ചു. എന്നിട്ട് അവിടെ വിശേഷം പറഞ്ഞിരിപ്പായി. താൻ എത്തുമ്പോൾ അവളുടെ ആത്മാവ് പോപ്പപ്പ് ചെയ്യുമെന്നായിരുന്നു അയാളുടെ ഭാഷ്യം. എലീന മരിച്ച് 2 വർഷത്തിനു ശേഷം 1933 കാൾ ഒരു കളിപ്പാട്ടവുമായി സെമിത്തേരിയിൽ കയറി. ആ മൃതദേഹം ശവകുടീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അവളുടെ ശരീരം ഒരുമിച്ച് നിർത്താൻ ശ്രമമായി. പിയാനോ വയർ ഉപയോഗിച്ച് അവളുടെ മുഖത്തിന് ചേരാൻ ഗ്ലാസുകൾ ഉപയോഗിച്ചു. അവളുടെ ദ്രവിച്ച ചർമ്മത്തിന് പകരം മെഴുകു നനച്ച പട്ടുതുണി വെച്ചു. അവൻ ശരീരം വൃത്തിയാക്കി. എല്ലാ പുഴുക്കളെയും ഒഴിവാക്കി. മണം മറയ്ക്കാനും മൃതദേഹം അഴുകാതിരിക്കാനും സുഗന്ധ തൈലങ്ങളും മറ്റും ഉപയോഗിച്ചു. മൃതദേഹം തന്റെ കട്ടിലിൽ തന്നെ സൂക്ഷിച്ചു. റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ മൃതദേഹത്തോടൊപ്പം അദ്ദേഹം ദിവസവും കിടന്നുറങ്ങി. 7 വർഷം കഴിഞ്ഞപ്പോൾ ശവകുടീരത്തിൽ ഇടയ്ക്കിടെ വന്നിരുന്ന ആൾ പെട്ടെന്ന് വരുന്നത് നിർത്തിയത് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനൊപ്പം സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും പതിവായി വാങ്ങുന്നത് അയൽക്കാരും ശ്രദ്ധിച്ചു. നാട്ടുകാരെ പോലെ എലീനയുടെ സഹോദരിക്കും കാളിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി. കാളിന്റെ വീട്ടിൽ എലീനയുടെ മൃതദേഹം കിടപ്പുമുറിയിൽ നിന്നും കണ്ടെത്തി. ആസൂത്രിതപരമായും ദുരുദ്ദേശപരമായും ഒരു ശവക്കുഴി നശിപ്പിച്ചതിനും അനുമതിയില്ലാതെ മൃതദേഹങ്ങൾ നീക്കം ചെയ്തതിനും കാൾ അറസ്റ്റിലായി. സൈക്കാട്രിസ്റ്റുകൾ അദ്ദേഹത്തെ പരിശോധിച്ചതോടെ അയാൾക്കെതിരെ കുറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. നിരാശനായ ഒരു റൊമാൻറ്റിക്കായി കരുതി പൊതുജനങ്ങൾക്കും അവനോട് സഹതാപം തോന്നി. മൃതദേഹം വീണ്ടും സുരക്ഷിതമായി അടക്കം ചെയ്യുന്നതിന് പകരം പൊതുദർശനത്തിനായി സൂക്ഷിച്ചു. 8500 പേർ ഒരു നോക്ക് കാണാനായി അണിനിരന്നു. മൃതദേഹം തിരികെ ലഭിക്കാൻ കാൾ ആവശ്യപ്പെട്ടപ്പോൾ അപേക്ഷ നിരസിക്കപ്പെട്ടു. കാൾ മൃതദേഹം തിരികെ കൊണ്ടുപോകുന്നത് തടയാൻ എലീനയുടെ മൃതദേഹം രഹസ്യമായി അടയാളമില്ലാതെ ഒരു കുഴിമാടത്തിൽ പുനഃസ്ഥാപിച്ചു. ഇതിൽ അസന്തുഷ്ടനായ കാൾ എലീനയുടെ ശവകുടീരത്തിന്റെ സ്ഥലത്ത് ഒരു ബോംബ് സ്ഥാപിച്ച് ഭീഷണിപ്പെടുത്തി. എന്നിട്ടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനകൾ പാലിക്കപ്പെട്ടില്ല. ഈ സംഭവം കഴിഞ്ഞ് 12 വർഷത്തിനു ശേഷം കാളും മരിച്ചു. അദ്ദേഹത്തിന്റെ അവസാന ഡയറിയിൽ കുറിച്ചത് ഇങ്ങനെ: മനുഷ്യരുടെ അസൂയ എന്റെ എലീനയുടെ ശരീരം കവർന്നെടുത്തു. അവൾ മരണത്തെ അതിജീവിച്ചതിനാൽ ദൈവിക സന്തോഷം എന്നിലൂടെ ഒഴുകുന്നു. എന്നേക്കും അവൾ എനിക്കൊപ്പം. കാളിന്റെ മരണശേഷം വീട്ടിൽ തിരച്ചിൽ നടത്തിയപ്പോൾ എലീനയുടെ ശരീരത്തിന് സമീപത്ത് നിന്ന് ഒരു പ്രതിമ കണ്ടെത്തി. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലേ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിനു മുൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്. അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ്.